നമ്മൾ ഈ അപകടം നടന്ന കേസുകളിൽ FIR രജിസ്റ്റർ ചെയ്യുന്നത് രണ്ട് തരത്തിലാണ്. ഒന്നെന്ന് പറഞ്ഞാൽ പോലീസ് സ്റ്റേഷനിൽ ഹോസ്പിറ്റലിൽ നിന്നും ഇൻജേർഡിന് അവിടെ നിന്ന് വരുന്ന ഇൻറ്റിമേഷൻ്റെ അടിസ്ഥാനത്തിൽ പോലീസ് FIR രജിസ്റ്റർ ചെയ്യും. രണ്ടാമത്തെ രീതി എന്ന് പറഞ്ഞാൽ നമ്മൾ ഇൻജേർഡ് ആയ പേഴ്സണോ അല്ലെങ്കിൽ അയാളെ റെപ്രസെൻ്റ് ചെയ്തിട്ടുള്ള ആരെങ്കിലും പോലീസ് സ്റ്റേഷനിൽ ഒരു പരാതി ചെന്ന് കൊടുക്കണം. ഈ പരാതിയുടെ അടിസ്ഥാനത്തിലാണ് രണ്ടാമത്തേതായിട്ട് FIR രജിസ്റ്റർ ചെയ്യുക. ഈ പരാതിയിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, പരാതി കൊടുക്കുമ്പോൾ പരാതിയിൽ എന്തൊക്കെ ഇൻഗ്രീഡിയൻസ് വേണം എന്നുള്ളതാണ്. അതിൽ മെയിനായിട്ട് വേണ്ടത് ഈ രണ്ട് കൂട്ടരുടെയും അഡ്രസ്സും രണ്ട് കൂട്ടരുടെയും വണ്ടീൻ്റെ ഡീറ്റെയിൽസും നിർബന്ധമായിട്ട് നമ്മൾ കൊടുത്തിരിക്കണം. നമുക്കിപ്പം പ്രതിയുടെ അഡ്രസ്സ് അറിയുന്നില്ലെങ്കിലും അവരുടെ ഫോൺ നമ്പറോ അല്ലെങ്കിൽ അവരുടെ വണ്ടിയുടെ ഡീറ്റെയിൽസോ നമ്മൾ കൊടുത്താൽ മതി. അല്ലാത്തതായിട്ട് പിന്നെ രണ്ടാമതായിട്ട് വേണ്ടത് എവിടെ നിന്നാണ് അപകടം നടന്നത്, ഒന്നെങ്കിൽ നമ്മൾ ആ അപകടം നടന്ന കറക്റ്റ് ഒക്കറൻസ് ആ ഒരു പ്ലേസ് നമ്മൾ കറക്റ്റായിട്ട് മെൻഷൻ ചെയ്യണം നമ്മുടെ പരാതിയിൽ. അതുപോലെ എന്നാണ് ഡേറ്റ് ആൻഡ് ടൈം, ഏത് ദിവസമാണ് ഏത് ടൈമിലാണ് ഈ ഒരു അപകടം നടന്നത് എന്നുള്ളതും നമ്മുടെ പരാതിയിൽ കറക്റ്റായിട്ട് കാണേണ്ടതായിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ പരാതിയുടെ ഒരു നട്ട്ഷെൽ എന്ന് പറയുന്നതാണ് നമ്മുടെ ഈ ഒരു ആരുടെ അശ്രദ്ധ കൊണ്ട് ഇതിലെ പ്രതിയുടെ റാഷ് ആൻഡ് നെഗ്ലിജൻസ് ആണ് ഈ ഒരു അപകടത്തിന് കാരണം എന്നുള്ളത് തീർച്ചയായിട്ടും നമ്മളെ പരാതിയിൽ കാണേണ്ടതായിട്ടുണ്ട്. പിന്നീട് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് ഈ പരാതി കൊടുക്കുന്ന സമയത്ത് എന്താണ് അവർക്ക് പറ്റിയ അപകടം. ഒന്നെങ്കിൽ അതൊരു ഇഞ്ചുറി അല്ലെങ്കിൽ അത് ഫ്രാക്ചർ ഉണ്ടെങ്കിൽ ആ ഫ്രാക്ചറും കറക്റ്റായിട്ട് നമ്മൾ മെൻഷൻ ചെയ്യേണ്ടതായിട്ടുണ്ട്. ഈ ഒരു പരാതി ഒരു FIR രജിസ്റ്റർ ചെയ്യുന്നത് BNS പ്രകാരം BNS 281, 125A, 125B ആൻഡ് 106 പ്രകാരമാണ്.